പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. തക്കാളി എത്ര ഉണ്ടെങ്കിലും ഒരു 6 മാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ളൊരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. വില കുറവുള്ള സമയത്തൊക്കെ കുറച്ച് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പൈസയും ലാഭിക്കാം, പണിയും എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളി മുഴുവനായിട്ട് ഇതിനായിട്ട് എടുക്കുന്നില്ല, പകുതി ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ എത്ര തക്കാളി വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മൂടി വെച്ച് 1-2 മിനിറ്റ് കൂടെ നല്ല പോലെ തന്നെ ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് കണ്ടില്ലേ, തക്കാളിയുടെ പുറമേയുള്ള ആ ഒരു തൊലിയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നല്ല പോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ ഇതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കൈ തൊടാനുള്ള ഒരു ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ തക്കാളിയിൽ വിട്ട് വന്നിട്ടുള്ള മുകൾ ഭാഗത്തെ തൊലിയൊക്കെ ഒന്ന് നമുക്ക് എടുത്ത് മാറ്റാം. ഓരോ തക്കാളിയിലെയും തൊലി കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റമദാനൊക്കെ അല്ലേ വരാൻ പോകുന്നത്, അപ്പോൾ തക്കാളി വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് കുറച്ച് വാങ്ങി വെച്ച് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഇതാ എല്ലാ തക്കാളിയിലെയും തൊലി കളഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഈ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് കയ്യിലും മുഖത്തൊക്കെ ഫേസ് പാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഫ്രിഡ്ജിലെടുത്ത് വെച്ച് സൂക്ഷിച്ച് നമുക്ക് ആവശ്യാനുസരണം ഫേസ് പാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമ്മൾ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിരുന്ന തക്കാളി കുറേശ്ശെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത തക്കാളി ഇതുപോലെ ഒരു ഐസിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള തക്കാളി അരച്ചതിന് ശേഷം ഞാനിതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിലല്ലാതെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് ഒരാഴ്ചയോളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. മീൻ കറിയിലേക്കോ ഇറച്ചിക്കറിയിലേക്കോ ഒക്കെ നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതാ നമ്മൾ ഫ്രീസ് ചെയ്യാൻ വെച്ചിരുന്ന തക്കാളി ജ്യൂസ് നല്ലപോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഒരു 4-5 മണിക്കൂർ അത്രയും സമയമാകുമ്പോഴത്തേക്ക് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. എല്ലാതും ഇതുപോലെ ഐസ് ട്രേയിൽ നിന്ന് മാറ്റിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ്. ഏത് കറികളിലേക്കാണെങ്കിലും ആവശ്യാനുസരണം 1-2 ക്യൂബൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഒരു 6 മാസം വരെയൊക്കെ കേടുകൂടാതെ തന്നെ നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ തക്കാളിയൊക്കെ വിലക്കുറവിൽ കിട്ടുന്ന സമയത്ത് ആരും വാങ്ങാൻ മടിക്കേണ്ട. ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചാൽ നമുക്ക് പണിയും എളുപ്പമാണ്, അതുപോലെ തന്നെ പൈസയും ലാഭിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.